ബ്ലോക്ക് ബസ്റ്റർ വിജയം തുടരാൻ ദുൽഖർ സൽമാൻ. ജെമിനി ഗണേഷിന് ശേഷം മറ്റൊരു സൂപ്പർ സ്റ്റാർ ആകാൻ ഒരുങ്ങി തന്നെയാണ് ദുൽഖർ എത്തുന്നത്. കാന്ത അപ്ഡേറ്റ് വന്നതു മുതൽ തന്നെ ആരാധകരും ആവേശത്തിലാണ്. ലക്കി ഭാസ്കറിന്റെ വിജയത്തിളക്കത്തിന് ശേഷം ദുൽഖർ സൽമാന്റെ അടുത്ത ചിത്രമാണ് കാന്ത. തെലുങ്ക് സിനിമകളിലാണ് താരം ഇപ്പോൾ കൂടുതലും ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. താരത്തിന്റേതായി അണിയറയിലൊരുങ്ങുന്ന പുതിയ ചിത്രം കൂടിയാണ് സെൽവമണി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന കാന്ത എന്ന ചിത്രം. യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയാണ് കഥ ഒരുക്കിയിരിക്കുന്നത്. 1950കളിൽ തമിഴ്നാടിനെ പിടിച്ചുകുലുക്കിയ ലക്ഷ്മികാന്തൻ കൊലക്കേസ് ആസ്പദമാക്കിയാണ് ചിത്രം പറഞ്ഞു പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സിനിമയിൽ തമിഴിലെ ആദ്യ സൂപ്പർ സ്റ്റാറായ MK ത്യാഗരാജ ഭാഗവതരായാണ് ദുൽഖർ എത്തുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് തമിഴ്നാട്ടിനും ഏറെ ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം ദുൽഖറിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു കാന്ത എന്ന സിനിമയുടെ പ്രഖ്യാപനം നടന്നത്. തന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചിത്രമായിരിക്കും ഇതെന്നായിരുന്നു ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ പറഞ്ഞത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ തന്നെ റിലീസ് ചെയ്യുകയും വമ്പൻ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേ4 ഫിലിംസ്, റാണ ദഗ്ബതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത്. ദുൽഖർ, ജോം വർഗീസ്, റാണ ദഗ്ബതി, പ്രശാന്ത് പൊട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ്. അതിനാൽ തന്നെ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പ് കുറച്ചുകൂടി ആവേശം നിറഞ്ഞതാണ്. എന്തായാലും ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 1 കാന്തയുടെ റിലീസെന്നും ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് നേടിയെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. 2 ശ്രദ്ധേയമായ നിർമ്മാണ കമ്പനികളെ ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്ന ചിത്രം കൂടിയാണ് കാന്ത. അതിനാൽ തന്നെ സിനിമ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറുമെന്നും ഉറപ്പാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.